ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മക്കൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നഗറ്റ്സിൻ്റെ റെസിപ്പിയാണ്. അത് ഒട്ടും ചിക്കനൊന്നും അല്ല കേട്ടോ. നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങുണ്ടല്ലോ, പൊട്ടറ്റോ, അതിൻ്റെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നഗറ്റ്സാണ് കാണിക്കുന്നത്. നല്ല ക്രഞ്ചിയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊട്ടറ്റോ നഗറ്റ്സ് കാണിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുണ്ടെങ്കിലും 2 ഉരുളക്കിഴങ്ങാണ് ഞാൻ ബോയിൽ ചെയ്യാൻ വെച്ചത്. അപ്പോൾ 2 ഉരുളക്കിഴങ്ങിൻ്റെ മെഷർമെൻറ്റാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ 2 എണ്ണം നന്നായിട്ടൊന്ന് പീൽ ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് നല്ല സൂപ്പറായിട്ട് തന്നെ അങ്ങോട്ട് വേവിച്ചെടുക്കണം. നമുക്ക് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കാനുള്ളതാണ്. ഇനി നമ്മളൊരു മുട്ട ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിയില വേണം. അതുപോലെ കോൺഫ്ലോറാണ് എടുത്തിരിക്കുന്നത്, ഒരു 3 ടേബിൾ സ്പൂൺ. അതുപോലെ ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബ്ലാക്ക് പെപ്പറില്ലേ, കുരുമുളക് പൊടി, അതും കൂടി ആഡ് ചെയ്താൽ മതിയാകും. പൊട്ടാറ്റോ നല്ല രീതിയിൽ ഇങ്ങനെ ഒന്ന് മാഷ് ചെയ്തെടുക്കണം. പറ്റുമെങ്കിൽ കൈ വെച്ച് നന്നായിട്ട് അങ്ങോട്ട് തിരുമ്മി പൊടിച്ചെടുത്തോ, നല്ല സോഫ്റ്റായിട്ട് തന്നെ ആയിക്കോട്ടെ. അതിലേക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ ചില്ലി ഫ്ലേക്സും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ സമയത്താണ് നമ്മൾ അല്പം ഉപ്പ് ടേസ്റ്റിനനുസരിച്ച് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഉപ്പും കൂടിയിട്ട് ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയും കൂടി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് അങ്ങോട്ട് കൈ വെച്ച് തിരുമ്മി നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം. നല്ല പൊടിയുള്ള ഉരുളക്കിഴങ്ങാണെങ്കിൽ നമുക്ക് നല്ല പെട്ടെന്ന് തന്നെയായിട്ട് സോഫ്റ്റായി കിട്ടും. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലോറും കൂടി ചേർത്ത് നല്ല രീതിയിൽ നമ്മൾ ചപ്പാത്തിയുടെയൊക്കെ മാവ് ഉണ്ടാക്കൂലേ, ഡോ ഉണ്ടാക്കൂലേ, അതേപോലെ അങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല ഡോ പോലെ ആക്കി എടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ എപ്പോഴും മക്കൾക്ക് ചിക്കൻ നഗറ്റ്സൊക്കെ അല്ല വാങ്ങിക്കൊടുക്കുന്നത്. പക്ഷേ ഈ പൊട്ടറ്റോ വെച്ചൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റായിരിക്കും. നമുക്ക് കോസ്റ്റും വളരെ കുറവായിരിക്കും. എപ്പോഴൊക്കെ നമുക്ക് ചിക്കൻ നഗറ്റ്സൊക്കെ നല്ല റേറ്റാണ്. എപ്പോഴും ചിക്കൻ വാങ്ങാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് അതേ ഒരു ക്രഞ്ചിനെസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പൊട്ടറ്റോൻ്റെ നഗറ്റ്സാണ്. ഇതാ നോക്കി, ഇതേപോലെ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് എടുത്തിട്ട് നമ്മുടെ ഫോർക്ക് ഉണ്ടാവുമല്ലോ, ചെറിയൊരു ഭംഗിക്ക് ഒരു ഷേപ്പിന് വേണ്ടിയാണ് ഇത്. ഇതേപോലെ ഒന്ന് പയ്യെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതാ നോക്കിയാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ മക്കൾക്കൊക്കെ വേറെ ഷേപ്പിലൊക്കെ ചെയ്ത് കൊടുക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഒരു കട്ടർ വെച്ച് കട്ട് ചെയ്തെടുത്ത് അങ്ങനെയൊക്കെ ആണെങ്കിലും ചെയ്തെടുക്കാം. ഞാൻ ഇതേപോലെയാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. നല്ല ഈസിയാണ്. വൈകുന്നേരമൊക്കെ മക്കൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്കൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഈസി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അതുപോലെ സ്കൂളിലേക്കൊക്കെ സ്നാക്സ് കൊണ്ടുപോകുന്ന കുട്ടികളുണ്ടാകുമല്ലോ, കുഞ്ഞുമക്കളൊക്കെ, അവർക്കൊക്കെയും കൊടുത്തു വിടാൻ കുറച്ച് ടൊമാറ്റോൻ്റെ കെച്ചപ്പും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതിയാകും. ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഒരു എഗ്ഗ് കാണിച്ചു തന്നില്ലേ, അത് ജസ്റ്റ് ഒന്ന് എഗ്ഗിലൊന്ന് വാഷ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ബ്രെഡിൻ്റെ ക്രംസാണ് എടുക്കുന്നത്. അതിലേക്ക് ഒന്ന് ഇതേപോലെ കോട്ട് ചെയ്തിട്ട് നല്ല ഡീപ്പായിട്ട് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഉള്ളിൽ നല്ല സോഫ്റ്റും പുറത്ത് നല്ല ക്രഞ്ചി ആയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ നഗറ്റ്സാണ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഒട്ടും സമയം കളയാതെ പെട്ടെന്ന് ഈവനിങ്ങിൽ തന്നെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അതുപോലെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് എനിക്കിങ്ങനെ വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനമൊക്കെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഒട്ടും താമസിക്കാതെ ഇന്ന് വൈകുന്നേരം തന്നെ എല്ലാവരും മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് കുറച്ച് മയോണൈസോ അല്ലെങ്കിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പിലോ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ കൊടുക്കണം. മക്കളൊക്കെ നല്ല ഇഷ്ടമാകും. അപ്പോൾ ഇതുപോലെയുള്ള ഈസി റെസിപ്പികളൊക്കെ കിട്ടണമെങ്കിൽ ഷിമീസ് കുക്ക് ബുക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അടുത്ത വീഡിയോയിലൂടെയൊക്കെ വരാം. ബൈ.